കഴിഞ്ഞ തവണ നിലവിലുള്ള ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നാൽ മാത്രമേ അവർക്ക് പരാജയമുണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇപ്പോഴത്തെ നിലയിൽ അവർ 300 സീറ്റ് കവർ ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ NDA എന്ന് പറയുന്ന മുന്നണിയും ഇന്ത്യ എന്ന് പറയുന്ന വേറൊരു മുന്നണിയുമായിട്ടാണല്ലോ മത്സരിച്ചത്. ആ NDA എന്ന് പറയുന്ന മുന്നണിക്ക് ഈ കഴിഞ്ഞ തവണത്തേനെക്കാട്ടിൽ വോട്ട് ഷെയർ കുറയുകയോ അല്ലെങ്കിൽ 273 അല്ലെങ്കിൽ 272 എന്ന് പറയുന്ന ആ മാജിക് നമ്പറിനേക്കാൾ താഴെ പോവുകയോ ചെയ്താൽ മാത്രമേ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നത് മാത്രമല്ല, നമ്മളുടെ ഓവർ എക്സ്പെക്റ്റേഷൻ 400 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് 300 എന്ന് പറയുന്ന ഒരു നമ്പർ വരുമ്പോൾ നമ്മൾ എവിടെയോ താഴെ പോയി, നിലവിലെ ഭരണസഖ്യം എവിടെയോ താഴെ പോയി എന്നൊരു തോന്നൽ പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് മീഡിയ കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നൊരു തോന്നലാണ്. അല്ലാതെ യാതൊരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടീഷനോ ഒന്നുമില്ല. പക്ഷേ കൃത്യമായ പോളറൈസേഷൻ, ജാതി മതം ഈ 2 വിഭാഗങ്ങളുടെ പോളറൈസേഷൻ അതത് പോക്കറ്റുകളിൽ നടന്നിട്ടുണ്ട്. അത് പക്ഷേ ആൻറ്റി ഇൻകുംബൻസി അല്ല. ജാതി പോളറൈസേഷൻ അല്ലെങ്കിൽ മതം പോളറൈസേഷൻ നടക്കുന്നത് അതത് ഏതാണോ പോളറൈസ് ചെയ്യപ്പെടുന്നത് ആ വിഭാഗത്തിൻ്റെ താല്പര്യമാണ്. അവർക്ക് ഭരണം നന്നായാലും എതിരായാലും അല്ലെങ്കിൽ മോശമായാലും നന്നായാലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ യൂണിഫൈ ആവും. അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വോട്ട് അവർ ചെയ്യും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഒരു കക്ഷികളുടെയൊക്കെ ഒരു വളരെ പ്രബലമായിട്ടുള്ള, വളരെ ശക്തിയായിട്ടുള്ള, വളരെ പ്രാദേശിക കക്ഷികളാണെങ്കിലും വളരെ ശക്തിയുള്ള ആ മേഖലയിൽ വളരെയധികം ശക്തി പ്രകടിപ്പിച്ചിട്ടുള്ള കക്ഷികളാണ്. നമുക്ക് SP ആയാലും NCP ആയാലും JMM ആയാലും അതേപോലെ തന്നെ ഇപ്പം ജമ്മു കാശ്മീരിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ കോൺഫറൻസ് ആയാലും ഒക്കെ ഉള്ള കക്ഷികൾ, DMK ആയാലും ഒക്കെ ഉള്ള കക്ഷികൾ വളരെ സജീവമായി തന്നെ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിലയുറപ്പിച്ചു. അവർക്ക് ഭരണം ലഭിക്കില്ല അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഒരു തോന്നലിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ നിന്നു. അപ്പോൾ ഇതും ഒരു മാറ്റത്തിന് കാരണമായെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ഈ SP എന്ന് പറയുന്നത് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. NCP, DMK, തൃണമൂൽ കോൺഗ്രസ്, JMM, ഇത്രയും കക്ഷികളാണ് ഇതിനകത്തെ യഥാർത്ഥത്തിലുള്ള ഈ എന്താ പറയുന്ന കോൺട്രിബ്യൂട്ടേഴ്സ്. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. ഇവരുടെ ഒരു കോമൺ പൂളിനകത്തേക്ക് അവർ വരുന്നില്ല. പക്ഷേ NCP അവർ ഇതിലുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേന അവർക്ക് അവരുടേതായിട്ടുള്ള ബേസ് ഉണ്ട്. DMKക്ക് ഉറപ്പായിട്ടും അവരുടേതായിട്ടുള്ള ബേസ് ഉണ്ട്. അവർ വളരെ ആക്റ്റീവായിട്ട് റോൾ എടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇവരെല്ലാം ഒരു ക്യുമുലേറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ SP-യുടെ കേസിൽ നമ്മൾ ഇതിൻ്റെ കോമൺ പാറ്റേണിൽ നിന്ന് മാറി വേണം ചിന്തിക്കാൻ. SP അവിടെ പ്ലേ ചെയ്ത ഗെയിം എന്ന് പറയുന്നത് OBC, യാദവ, മുസ്ലിം ഈ പറയുന്ന കാറ്റഗറി. അതിനകത്ത് യാദവ പ്ലസ് മുസ്ലിം എന്ന് പറയുന്നത് ഒരുമിച്ചാക്കിയിട്ട് അത് ബാഗ് ചെയ്തു, അവരുടെ പോക്കറ്റിലാക്കി. എങ്ങനെയാണോ ഈ ജാതി എന്ന് പറയുന്ന, അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അപകടമായ ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെ വളരെ ഫലപ്രദമായി SP-യും കോൺഗ്രസും കൂടി ഉത്തർപ്രദേശിൽ വിനിയോഗിച്ചു. മഹാരാഷ്ട്രയിലെ കണ്ടീഷൻ വേറെയാണ്. മഹാരാഷ്ട്രയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബേസ്മെൻറ്റുള്ള 2 കക്ഷികൾ, NCP-യും ശിവസേനയും സ്ട്രോങ് ബേസ്മെൻറ്റുള്ള 2 കക്ഷികൾ. അവരുടെ ഒഫീഷ്യൽ പാർട്ട്ണർ അല്ലെ അവരുടെ ഒരു വിഭാഗം BJP-യോടൊപ്പം ഉണ്ടെങ്കിലും ഇവർ യോജിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ശക്തിയുണ്ട്. DMK-യുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. അവർ വളരെ പ്രാദേശിക വികാരമൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാദേശിക വികാരം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, DMK മുൻപ് NDA-യോടൊപ്പം ഉണ്ടായിരുന്നതാണ്. വാജ്പേയിയുടെ കാലത്ത് BJP-യോടൊപ്പം ഉണ്ടായിരുന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ മമതാ ബാനർജി. അപ്പോൾ അതുകൊണ്ട് ഇവരാരും നാളെ BJP-യോടൊപ്പം വരില്ല എന്ന് പറയാൻ പറ്റില്ല. SP-യും NCP-യും ഒഴികെയുള്ള ഒരു കക്ഷികളും എപ്പോൾ വേണമെങ്കിലും BJP-യോടൊപ്പം മാറാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സഖ്യത്തിൻ്റെ ഒരു വിജയം, അതിൻ്റെ വിജയത്തിൻ്റെ ഒരു
പൂർണ്ണത എന്ന് പറയുന്നത് ഭരണം നേടിയെടുക്കലായിരുന്നു. അതെ, ആ ഭരണം നേടിയെടുക്കൽ എന്ന കാര്യം വിജയത്തിലെത്താൻ കഴിയാത്തൊരവസ്ഥയിൽ, കാരണം അവർക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഏതെങ്കിലും വഴികളിൽ കൂടി ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പല ഘട്ടങ്ങളായി ശ്രമിച്ചിട്ടുള്ള കക്ഷികളും കൂടിയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ഇനി കാണേണ്ടിയിരിക്കുന്നു. അതെ, നിലനിൽപ്പുണ്ടാവില്ലല്ലോ. ശരത് പവാർ NCP എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള സോണിയാഗാന്ധിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഇവർ ഒരുമിച്ച് ചേർന്നിട്ട്, പക്ഷേ ഇവർ ഈ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് എത്ര കാലം ഒരുമിച്ച് പോകാൻ പറ്റും? അത് മാത്രമല്ല, ഇപ്പം ശിവസേനയുടെയൊക്കെ ഒരു സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ദേശീയതയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദേശീയതയല്ല, ആസ്പിറേഷണൽ പൊളിറ്റിക്സ് ആണ്. അധികാരവർഗ രാഷ്ട്രീയത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന വിവിധ കക്ഷികളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ സഖ്യം. അപ്പം ഈ ദേശീയ ബോധത്തെ ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ, ഇപ്പോൾ അധികാരത്തെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്വത്വബോധമുണ്ട്. അവർക്ക് നഷ്ടപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്വത്വം അത് ഇടയ്ക്കിടയ്ക്ക് അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ കോൺഗ്രസിനോട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സ്വത്വ രാഷ്ട്രീയം, അവരുടെ ആ ഒരു സ്വത്വബോധം, ആ ദേശീയതാ ബോധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കക്ഷിക്ക് ഇനിയും എത്ര നാൾ കോൺഗ്രസിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ്? സാധ്യതയില്ലല്ലോ. കാരണം ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ബാലാസാഹിബ് താക്കറെയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ശിവസൈനികരും ഈ ചരിത്രത്തോട് കാണിച്ച ഏറ്റവും വലിയ നീതികേടാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരുക എന്ന് പറയുന്നത്. ഈ 5 വർഷം എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്ര ശരീരത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ 5 വർഷം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. അതുപോലെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള BJPയുടെ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശ്, ആന്ധ്രയിലും തെലുങ്കാനയിലുമുള്ള ഒരു, നമ്മളതിനെ ഒറ്റ യൂണിറ്റായിട്ട് എടുക്കണം. ഈ ആന്ധ്രയും തെലുങ്കാനയും കൂടെ എടുക്കുമ്പോൾ അതിൽ ആന്ധ്രയിൽ വളരെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചു. തെലുങ്കാനയിൽ പിന്നെ എന്താ പറയുക, പാർലമെൻറ്റ് ഇലക്ഷൻ മാത്രമാണ് നടക്കുന്നത്. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് പകുതി സീറ്റുകളോളം BJP ആണ് വിജയിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ TDPയുടെ കൂടെയുള്ള സഖ്യത്തിനോട് കൂടി ചേർന്നാണെങ്കിലും ഒരു മുന്നേറ്റം, NDA ആണ് ഇവിടെ ഭരണം പിടിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ BJP ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്ന സാഹചര്യവും ഉണ്ട്. അപ്പോൾ ശരിക്കും അത് അവിടെ കർണാടകയിലാണെങ്കിലും BJPക്കും സഖ്യകക്ഷിയായ ജനതാദൾ എസിനും കൂടി ചേർന്നുകൊണ്ട് ഭൂരിപക്ഷമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ കൃത്യമായി 15% മുതൽ 20% വരെ വോട്ട് ഷെയറാണ്. ഇപ്പോൾ കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് BJPയുടെ മാത്രമാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഒരു മണ്ഡലം വിജയിച്ചു സുരേഷ് ഗോപി, വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന ത്രികോണ മത്സരം നടന്ന ഇപ്പോൾ ആറ്റിങ്ങൽ, യഥാർത്ഥ ത്രികോണ മത്സരം നടന്ന ആറ്റിങ്ങലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 10,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ജയിച്ച ആളും B മുരളീധരനും തമ്മിൽ. വളരെ സൈലൻ്റായിട്ട് ഇത്രയും വളരെ ഭംഗിയായിട്ടുള്ള ഇലക്ഷൻ വർക്കും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്ത വേറൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇല്ല.